സിനിമാ മേഖലയിലെ പ്രശ്നങ്ങൾ പഠിക്കാൻ കോളിവുഡിലും കമ്മിറ്റി. തമിഴ് സിനിമാ താരങ്ങളുടെ സംഘടനയായ നടികർ സംഘമാണ് കമ്മിറ്റി പ്രഖ്യാപിച്ചത്. സ്ത്രീകൾക്ക് പരാതി പറയാൻ സ്ഥിരം സംവിധാനം എന്ന നിലയിലാകും കമ്മിറ്റി പ്രവർത്തിക്കുക. കുറ്റം തെളിയിക്കപ്പെട്ടാൽ സിനിമയിൽ 5 വർഷം വിലക്കിനൊപ്പം നിയമ നടപടിയും നേരിടേണ്ടി വരും. ഇമെയിലിലൂടെയും ഫോണിലൂടെയും പരാതികൾ അറിയിക്കാം. എ.പി. നദീർ നൽകും വിവരങ്ങൾ. നദീറ, വളരെ പോസിറ്റീവായി തന്നെ കാണണം ഈ ഹേമ കമ്മിറ്റി ഇഫക്റ്റ് തമിഴ്നാട്ടിലും ഉണ്ടായതിൽ. പക്ഷേ നടികർ സംഘം ഇപ്പോൾ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട ചില വിചിത്ര നിർദ്ദേശങ്ങൾ നൽകി എന്ന രീതിയിലുള്ള വാർത്തകളും വിവാദങ്ങളും ഒക്കെ വരുന്നുണ്ടല്ലോ. എന്താണ് ഇത് സംബന്ധിച്ച വിശദാംശങ്ങൾ? ഈ കമ്മിറ്റിയുടെ പ്രവർത്തനം ഏത് രീതിയിലായിരിക്കും? വിനിത, ആക്ച്വലി ഇതൊരു സ്ഥിരം പരാതി പരിഹാര സെല്ലാണ്, അതായത് ഇന്റേണൽ കമ്മിറ്റി എന്ന് പറയാം. ഇങ്ങനെ ഒരു കമ്മിറ്റി 2019 തന്നെ നടികർ സംഘം രൂപീകരിച്ചിരുന്നു. പക്ഷേ അതിന്റെ പ്രവർത്തനം അത്ര കാര്യക്ഷമമല്ലായിരുന്നു. ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരികയും ഈ സ്ത്രീകൾ ഇങ്ങനെ അവരുടെ പരാതിയുമായി രംഗത്ത് വരികയും ചെയ്യുന്ന സാഹചര്യത്തിലാണ് തമിഴകത്ത് ഈ ഒരു കമ്മിറ്റി കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നതിന്റെ ആവശ്യകത തമിഴ് സിനിമാ ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. അങ്ങനെ പഴയ ആ കമ്മിറ്റിയെ പുനരുജ്ജീവിച്ചുകൊണ്ട് കൂടുതൽ അതിൽ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ന് ചെന്നൈയിൽ ചേർന്ന യോഗം ഈ കമ്മിറ്റിയെ നന്നായി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന തീരുമാനമെടുത്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായാണ് ഇന്ന് നടികർ സംഘം ഒരു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിരിക്കുന്നത്. അതായത് സിനിമയിൽ ഇതൊരു സ്ഥിരം പരാതി പരിഹാര സെല്ലായി തുടരും. ഇതിലേക്ക് ആർക്ക് വേണമെങ്കിലും പരാതി അറിയിക്കാം. ഈ കമ്മിറ്റി ആ പരാതി അന്വേഷിക്കും. അന്വേഷണത്തിൽ ഈ പരാതിയിൽ കഴമ്പുണ്ടെന്ന് തെളിഞ്ഞാൽ കുറ്റക്കാരെ ഈ സിനിമാ മേഖലയിൽ നിന്ന് 5 വർഷത്തേക്ക് വിലക്കുന്നതിന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോട് ശുപാർശ ചെയ്യും. അതുപോലെ തന്നെ നിയമത്തിന് മുന്നിൽ അവരെ കൊണ്ടെത്തിക്കും എന്ന കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റൊന്ന്, ഈ അതിജീവിതരായ സ്ത്രീകൾക്ക് വേണ്ടി നിയമസഹായം നൽകാനും ഈ കമ്മിറ്റി തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം, ഇതിനായി ഫോൺ നമ്പറും ഇമെയിലും ഒക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത് മുഖേന ആളുകൾക്ക് ഇതിൽ പരാതി നൽകുകയും ചെയ്യാവുന്നതാണ്. ഇതിൽ ഏറ്റവും കൃത്യമായി പറയുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇന്റേണൽ കമ്മിറ്റിക്കാണ് പരാതി നൽകേണ്ടത്. അത് മാധ്യമങ്ങളിൽ പോയി പറയരുത് എന്ന് വിലക്കിയിട്ടുണ്ട്. അത്തരം ഒരു കാര്യം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും മറ്റു കാര്യങ്ങൾ നോക്കുമ്പോൾ വളരെ പോസിറ്റീവായ കാര്യമാണ്. ഹേമ കമ്മിറ്റിയുടെ ചുവട് പിടിച്ചുകൊണ്ട് തമിഴ്നാട്ടിലും ഇത്തരത്തിൽ ഒരു സമിതി വരുന്നു. സ്ത്രീകൾക്ക് തുറന്ന് പരാതി പറയാനുള്ള അവസരം ഒരുങ്ങുന്നു. ശരി, അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. എ.പി. നദീറയായിരുന്നു വിവരങ്ങൾ നൽകിയത്.